വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ CSIR ഫിസിക്സ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇനി മാർച്ച് 2-ാം തീയതിയാണ് പരീക്ഷ. ഇനി നമുക്കധികം സമയമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഏകദേശം 2 ആഴ്ചയോളം കൂടുതൽ പഠിക്കാനായിട്ട് കിട്ടി. അത് തന്നെ വലിയൊരു കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണയും ഇത്തവണയൊക്കെ ആയിട്ട് പരീക്ഷകളുടെ ക്രമം കുറച്ച് തെറ്റിക്കിടക്കുകയാണ്. അടുത്ത തവണ കൊണ്ട് അതൊക്കെ നേരെയാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ പോലും നമുക്ക് അവരുടെ കാര്യങ്ങളിലൊന്നും നമ്മൾ തടയേണ്ട കാര്യമില്ല. നമ്മൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നമ്മൾ വിലയിരുത്തിയാൽ മതി. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ CSIR പരീക്ഷ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു വലിയ സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും ഒക്കെ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ എനിക്ക് തന്നെ അറിയാം, ഞാൻ ആദ്യത്തെ തവണ പരീക്ഷ എഴുതിയ സമയത്ത്, ഫസ്റ്റ് ടൈം പരീക്ഷ എഴുതിയ സമയത്ത്, ഞാൻ MSc കഴിഞ്ഞ് ആദ്യമായി പഠിച്ചിട്ട് പോയി പരീക്ഷ എഴുതിയ സമയത്ത് ഒത്തിരി പ്രതീക്ഷകളും ഒക്കെ ആയിട്ടാണ് പോയി പരീക്ഷ എഴുതിയത്. അപ്പം പരീക്ഷ എഴുതി തിരിച്ചു വന്നു. എന്നിട്ട് പരീക്ഷ ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ വിധി അറിയാമായിരുന്നു. നന്നായിട്ട് പഠിച്ചിട്ട് പോയി, പക്ഷേ കിട്ടുകയില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ പ്രതീക്ഷയൊന്നും കൈവിട്ടില്ല. എന്നാലും നമ്മൾ കീയൊക്കെ നോക്കി. പക്ഷേ 1.5 മാർക്കിന് എനിക്ക് അത്തവണത്തെ നെറ്റ് നഷ്ടപ്പെട്ടു. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ അങ്ങനെ നിരാശപ്പെട്ടില്ല, വീണ്ടും പഠിച്ചു. അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. അപ്പം എനിക്കറിയാം, ഈ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്തെ ടെൻഷൻ എന്ന് പറയുന്നത് ഒത്തിരി അധികമാണ്. അപ്പോൾ ആദ്യത്തെ തവണ എനിക്ക് പറ്റിയ പ്രശ്നം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് 2-ാമത്തെ തവണ ഞാൻ എഴുതിയപ്പോൾ ഞാൻ ആ ടെൻഷൻ ഒഴിവാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ ഫസ്റ്റ് ടൈം പോയി പരീക്ഷ എഴുതുന്ന സമയത്ത് ഇത് കിട്ടുമോ, പഠിച്ചതൊക്കെ വരുമോ, പഠിച്ചതൊക്കെ മറന്നു പോകുമോ, ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ കിട്ടുമോ, പ്രോബ്ലംസൊക്കെ ഏത് തരത്തിലായിരിക്കും, എനിക്ക് പ്രയാസമുള്ള ഭാഗങ്ങളുണ്ട്, എനിക്ക് എളുപ്പമുള്ള ഭാഗങ്ങളുണ്ട്, പ്രയാസമുള്ള ഭാഗത്തു നിന്നെങ്ങാനും കൂടുതൽ ചോദ്യം വന്നാൽ ആകെ പ്രശ്നമാകുമല്ലോ എന്നൊക്കെയുള്ള പല കുറി ടെൻഷൻസുമായിട്ടാണ് നമ്മൾ ആദ്യത്തെ തവണ പോയത്. പക്ഷേ 2-ാമത്തെ തവണ നന്നായിട്ട് പഠിച്ചു. ആദ്യത്തെ തവണ പഠിച്ചതിൻ്റെ ഒപ്പം തന്നെ, അല്ലെങ്കിൽ അവിടെ നിന്ന് നിർത്തിയിടത്തുനിന്നല്ല തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം നമുക്ക് സന്തോഷമുണ്ടായിരുന്നു, കുറച്ച് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഗുഡ് ഈവനിങ് ജോൺ. അപ്പോൾ നമ്മൾ 2-ാമത്തെ തവണ പോയി പരീക്ഷ എഴുതിയ സമയത്ത് നമ്മൾ ബോധപൂർവം ടെൻഷൻ ഒഴിവാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, എന്താണേലും വേണ്ടിയില്ല, ഒന്ന് പയറ്റി നോക്കാം എന്ന ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ പോയി പരീക്ഷ എഴുതിയത്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കുട്ടികളോടും ഞാൻ പറയാം, സെറ്റാണേലും നെറ്റാണേലും കേട്ടറ്റാണേലും ഏത് പരീക്ഷ എഴുതുന്ന കുട്ടികളോടാണേലും ഞാൻ ആദ്യമേ പറയുന്നൊരു കാര്യം, ഫിസിക്സാണ് നിങ്ങൾ ഇതിൻ്റെ ഫോർമുലാസൊക്കെ മറക്കാൻ സാധ്യതയുള്ളൊരു വിഷയമാണ്. ഈ ഫോർമുല മറക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത് പഠിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ചെയ്യേണ്ടത് ടെൻഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മൾ ടെൻഷൻ കയറിയാൽ ഈ സാധനം എല്ലാം മറന്നു പോകും. നിസ്സാരം ഒരു ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോർമുല വരെ നമ്മൾ മറന്നു പോകും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഒരു വിധത്തിലുള്ള ടെൻഷനും വേണ്ട. ഇപ്പോൾ തന്നെ നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും കുറച്ച് പേർക്ക് ടെൻഷനൊക്കെ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. എന്നോട് പേഴ്സണലി വിളിച്ച് സംസാരിച്ചിട്ടുള്ളവരുണ്ട്. അപ്പം ഞാൻ പറയും, ഒരു നെറ്റ് പരീക്ഷ എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ ഭാവി നിർണ്ണയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു തവണ എഴുതി മാനുഷികമായിട്ടോ ഉള്ള പിഴവുകളോ അല്ലാത്ത പിഴവുകളോ കൊണ്ട് നമുക്ക് ഒരു തവണ കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഒരു തവണ കൂടി ട്രൈ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ഈ പരീക്ഷ അതുപോലത്തെ ഒരു പരീക്ഷയാണ്, അല്ലേ? നിസ്സാരം നമ്മുടെ 1-ാം ക്ലാസ്സിലെയോ 10-ാം ക്ലാസ്സിലെയോ അല്ല 12-ാം ക്ലാസ്സിലെ പരീക്ഷ പോലത്തെ ഒരു തവണ വാർഷിക പരീക്ഷ എഴുതി ജയിക്കേണ്ട പരീക്ഷകളൊന്നുമല്ല ഇത്തരത്തിലുള്ള പരീക്ഷകൾ. ഇതുപോലെ മത്സര പരീക്ഷയാണ്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. അതും PG ലെവലിലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ പ്രയാസം ഈ പരീക്ഷയ്ക്കുണ്ട് എന്നുള്ള കാര്യവും വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു തവണ എഴുതി കിട്ടിയില്ല എന്ന് കരുതി നിരാശപ്പെടരുത്. ആദ്യമേ അത് കുറിച്ചിട്ടോണം, മനസ്സിലത് കുറിച്ചിട്ടോണം. ഓക്കെ, നിങ്ങൾ എഴുതി കിട്ടിയില്ല എന്ന് കരുതി നിങ്ങൾ പിന്നെ ഇത് പഠിക്കുന്നില്ല, ഇത് സബ്ജക്റ്റിനോടെ ശത്രുത, ഇത് കിട്ടുന്നവരോട് ശത്രുത, പഠിപ്പിക്കുന്ന അധ്യാപകരോട് ശത്രുത, അങ്ങനെയൊന്നും വേണ്ട. മനസ്സിൽ ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ചിന്തകളിലേക്കൊന്നും പോകാതെ വളരെ കൂളായിട്ട് പോയി പരീക്ഷ അറ്റൻഡ് ചെയ്യുക. ടെൻഷനൊന്നും പാടില്ല. പിന്നെ പരീക്ഷയുടെ തൊട്ടടുത്ത ദിവസങ്ങളിലൊന്നും ഈ പറഞ്ഞ അസുഖങ്ങളൊന്നും പിടിപെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യത്തെ തവണ ഞാൻ പരീക്ഷ എഴുതിയ സമയത്ത് എനിക്ക് നല്ല കലശലായിട്ടുള്ള പനിയും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലാവസ്ഥയുടെ ഒരു മാറ്റവും, ഭയങ്കര ചൂടുള്ള സമയമാണ്. ഞാൻ എഴുതിയതെല്ലാം ഈ ചൂട് കാലത്താണ്. അപ്പോൾ അതുകൊണ്ട്
നല്ല ചൂടുള്ള സമയം കൂടെ ആയിരുന്നുകൊണ്ട് കാലാവസ്ഥ സ്വിച്ച് ചെയ്യുന്ന സമയം കൂടെ ആയിരുന്നുകൊണ്ട് പനി പിടിക്കും. അപ്പോൾ പനി സ്വാഭാവികമായിട്ടും വരുമല്ലോ. അപ്പം നല്ല പനിയുടെ സമയത്താണ് ഞാൻ പോയി പരീക്ഷ എഴുതിയത്. അപ്പോൾ പനിയുടെ അസ്വസ്ഥതയും കൂടുതൽ ടെൻഷനും എല്ലാം കൂടെ ആയപ്പോഴേക്കും നമ്മൾ പഠിച്ചതൊക്കെ മറന്നു, കുറേയൊക്കെ അശ്രദ്ധ കൊണ്ട് തെറ്റിച്ചു. അങ്ങനെ പല പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് കിട്ടാതെ പോയത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പോൾ പിന്നെ അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ചോദ്യവും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ വെറുതെ സ്കിം ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. ഇതിങ്ങനെ ഒരു ന്യൂക്ലിയസ്, അതിൻ്റെ റിയാക്ഷൻ അതിൻ്റെ ഫീസിബിലിറ്റി കണ്ടുപിടിക്കാൻ. പക്ഷേ അതിനുള്ളിൽ വേറെ ചിലപ്പോൾ ചോദ്യങ്ങൾ കാണും. അയാൾ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ചോദ്യമേ ആയിരിക്കില്ല. അപ്പം നമ്മൾ ആദ്യമേ ആ ചോദ്യം ചെയ്ത് തെറ്റായിട്ടുള്ളൊരു ഉത്തരം കണ്ടുപിടിച്ച് പിന്നെ ഇതല്ലല്ലോ വീണ്ടും റീഡ് ചെയ്ത്, അപ്പോൾ നമുക്ക് സമയമാണ് പോകുന്നത്. ആകെ 3 മണിക്കൂറേ ഉള്ളൂ. 3 മണിക്കൂർ ധാരാളമൊന്നുമല്ല, വളരെ കുറച്ച് സമയമേ 3 മണിക്കൂർ എന്ന് പറയുന്നതുള്ളൂ. നമുക്ക് വേസ്റ്റ് ചെയ്യാൻ സമയമില്ല. ഓരോ ചോദ്യവും സ്ക്രീനിൽ തെളിയുന്ന ഓരോ ചോദ്യവും വളരെ സൂക്ഷ്മതയോടെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. നമുക്ക് വളരെ സമയമെടുത്ത് തന്നെ ചോദ്യം വായിച്ച് മനസ്സിലാക്കണം. കാരണം ചിലപ്പോൾ ചോദ്യത്തിനുള്ളിൽ തന്നെ ഉത്തരത്തിലേക്കുള്ള ഹിൻറ്റ് ഒളിഞ്ഞു കിടപ്പുണ്ടാവും. അതുകൊണ്ട് വേർഡ് ബൈ വേർഡ് വളരെ ശ്രദ്ധാപൂർവം വായിച്ച് മനസ്സിലാക്കുക തന്നെ വേണം. അതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. അടുത്തിരിക്കുന്ന ആളുടെ വെപ്രാളവോ അയാൾ കാണിക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ടോ ഒന്നും ടെൻഷൻ ആവണ്ട. അയാളുടെ മാനറിസംസ് പലതും കാണിക്കും. നമ്മൾ നമ്മുടെ കഴിവിൽ ശ്രദ്ധ കൊടുത്ത് നമ്മുടെ കഴിവിൽ വിശ്വാസം അർപ്പിച്ച് പരീക്ഷ എഴുതുക. അപ്പോൾ നമ്മൾ എക്സാം ഹോളിലോട്ട് ചെല്ലുമ്പോൾ തന്നെ 4-5 പുസ്തകങ്ങളൊക്കെ കയ്യിലും കാലിലും വായിലൊക്കെ പിടിച്ച് പലരും ഇങ്ങനെ പഠിക്കുന്നതൊക്കെ കാണും. നമ്മളതൊന്നും നോക്കുകയേ വേണ്ട. നിങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ കണ്ണടച്ച് ചുമ്മാ അവിടെ ഇരുന്നോളുക. പിന്നെ ബെല്ലടിക്കുമ്പം കയറുക, നിങ്ങളുടെ സിസ്റ്റം ഏതാണെന്ന് കണ്ടുപിടിക്കുക, പോയി ഇരിക്കുക, ബാക്കി കാര്യങ്ങൾ ചെയ്യുക. പിന്നെ റഫ് വർക്കൊക്കെ ആണെങ്കിലും വളരെ വൃത്തിയായിട്ട് ചെയ്യുക. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇതിന് സ്റ്റെപ്പിന് മാർക്കൊന്നുമില്ല. ആരും നിങ്ങളുടെ ഈ റഫ് പേപ്പർ ചെയ്ത റഫ് വർക്ക് ചെയ്ത പേപ്പർ മേടിച്ചുകൊണ്ട് പോയി നിങ്ങൾക്ക് സ്റ്റെപ്പിന് മാർക്ക് തരുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ മനക്കണക്ക് ചെയ്യുക. മനക്കണക്ക് നിങ്ങൾ ചെയ്ത് പരിശീലിച്ചിട്ടുണ്ടെങ്കിൽ മനക്കണക്ക് ചെയ്യുക. കുറേയൊക്കെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ക്ലാസ്സിലൊക്കെ ഞാൻ പറയാറുണ്ട്, സൈന് കോസൊക്കെ വരുമ്പോൾ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് എല്ലാത്തിനും നേരത്തെ പിടിച്ച് ലിമിറ്റൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ലിമിറ്റ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഏതിന് കൊടുത്താൽ നിലനിൽക്കും, ഏതിന് കൊടുത്താൽ നിലനിൽക്കില്ല എന്ന് നമുക്ക് ഏകദേശം കിട്ടും. ഇപ്പം നിലനിൽക്കില്ലാത്ത ലിമിറ്റുകളൊന്നും എഴുതേണ്ട കാര്യമില്ല. ഈക്വൽ ടു 0 വരുമ്പോൾ കോൺസ്റ്റൻസ് ഒന്നും എഴുതേണ്ട കാര്യമില്ല. അങ്ങനത്തെ പല കാര്യങ്ങളും സ്കിപ്പ് ചെയ്ത് പല കാര്യങ്ങൾ നേരത്തെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പല നുറുങ്ങ് വിദ്യകൾ നമുക്ക് കാണിക്കാൻ പറ്റും. പക്ഷേ ചെയ്യുന്നത് കൃത്യമായിട്ട് ചെയ്തു വെക്കുക. പിന്നെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് റീവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പഴയതിൽ തന്നെ റീവർക്ക് ചെയ്യാനായിട്ട് നോക്കുക. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് റഫ് വർക്കും നന്നായിട്ട് ചെയ്യുക. കുറേയൊക്കെ സ്റ്റെപ്പുകൾ സ്കിപ്പ് ചെയ്ത് ശ്രദ്ധാപൂർവം ചെയ്യുക. അശ്രദ്ധ മൂലം തെറ്റിച്ച് കളയരുത്. നമ്മൾ എന്തായാലും ആരും 100% സിലബസ് കംപ്ലീറ്റ് പഠിച്ചുകൊണ്ട് പോയിട്ട് ഈ പരീക്ഷ എഴുതാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ പഠിച്ച ഭാഗത്ത് നിന്ന്, നിങ്ങൾ ആത്മവിശ്വാസത്തോടെ പഠിച്ച ഭാഗത്തു നിന്ന് വരുന്ന ഒരു ചോദ്യവും നിങ്ങൾ വിട്ട് കളയരുത്. അശ്രദ്ധ മൂലം തെറ്റിച്ച് കളയുകയും ചെയ്യരുത്. നിങ്ങൾ ഒരു ചോദ്യം വായിച്ചാൽ ആ ചോദ്യത്തിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുക. ആ ചോദ്യത്തിനോടനുബന്ധിച്ച് ഉള്ള കോൺസെപ്റ്റ് ഏതാണ്, നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിൽ കൊണ്ടുവരിക. അതുമായിട്ട് ഈ ചോദ്യത്തെ ഒന്ന് കോറിലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിനകത്ത് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഏത്, തരാത്ത കാര്യങ്ങൾ ഏത് ഒന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യുക. എന്നിട്ട് തരാത്ത കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ ഉത്തരത്തിലെത്തും. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള വഴി. സോ ആ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഒരു ടെൻഷനും കൂടാതെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പോയി പരീക്ഷ എഴുതുക. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ റിവിഷന് പരമാവധി ഇമ്പോർട്ടൻസ് കൊടുക്കുക. റിവിഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ റിവൈസ് ചെയ്യുക, കൂടുതൽ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. ഇത് ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെ നന്നായിട്ട് പോയി പരീക്ഷ എഴുതുക. ഓക്കെ, സോ ലെറ്റ് us ഡിസ്കസ് സം ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ്. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നോക്കാം. A system of n non-interacting classical spins where each spins can take values sigma equals -1, 0, +1 is placed in a magnetic field H.
the single spin Hamiltonian is given by H is equal to minus mu b H sigma plus 1 plus delta into 1 minus sigma square, where mu b and delta are constants with appropriate dimensions. If m is the magnetization, the zero field magnetic susceptibility per spin 1 by n into dou m by dou h, where h tends to 0 at a temperature 1 by beta kb is 1 by beta kb is. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യം വായിക്കുമ്പോഴേ നിങ്ങൾക്കറിയാം ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്താണ്, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നിന്നും വരിക. അപ്പോൾ വളരെ ക്ഷമയോടുകൂടി ലൈൻ ബൈ ലൈൻ വേർഡ് ബൈ വേർഡ് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ എല്ലാ ചോദ്യങ്ങളും നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാകണമെന്നില്ല, ഒറ്റക്കുറി വായിച്ചാൽ മനസ്സിലാകണമെന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ തവണ ഒന്ന് വായിച്ച് നോക്കുക, എന്നിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഒന്ന് നിശ്ചയിക്കുക. എന്നിട്ട് വീണ്ടും അടുത്ത ചോദ്യത്തിലോട്ട് പോവുക ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ. എന്നിട്ട് പിന്നെ നമുക്ക് വീണ്ടും പുറകോട്ട് വരാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ പുറകോട്ട് വരിക, എന്നിട്ട് ആ ചോദ്യം വീണ്ടും ചെയ്യുക. ആ രീതിയിൽ വേണം നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ ചോദ്യങ്ങളെ അപ്രോച്ച് ചെയ്യാൻ. അതുപോലെ തന്നെ നിങ്ങളവിടെ ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷൻ ഒക്കെ വളരെ നീറ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി പഠിക്കാൻ സമയമില്ല ഈ പരീക്ഷയ്ക്ക് വേണ്ടി. ഇനി ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞത് മാത്രം. സോ ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നിന്ന് വന്ന ഒരു ചോദ്യമാണ്. ലെറ്റ് us see how can we solve this. സോ ഇവിടെ തന്നിരിക്കുന്നു സിഗ്മ ഈക്വൽസ് -1 0 ആൻഡ് +1 അല്ലേ. സോ ഹിയർ H and Hamiltonian is also given. H is equal to minus mu b H sigma plus delta into 1 minus sigma square. So if you apply the value of sigma here, so you can construct the three levels. So what are those three levels? If you substitute sigma equal to -1, minus into minus plus, so it is minus into minus plus, so it is plus mu b h plus mu b h. So here 1 minus 1 0. Then if you substitute 0, this will be 0. This will be 0 and sigma is 0, here 0, so this will be delta, isn't it? And what is the next level? +1. Substitute +1 here. This term will be 0. This term will be minus mu b h. So we have got 3 levels. So since we have got 3 levels, the first thing that we have to do is to construct the partition function. So what is a partition function? Z is equal to e raised to minus into minus plus beta mu b h plus e raised to minus beta mu b h plus e raised to minus beta into delta. Correct? We have constructed the partition function. So then we have to construct then we have to find out the free energy. F is equal to minus kBT log Z. So minus kBT into log e raised to beta mu b h plus e raised to minus beta mu b h plus e raised to beta into delta. E raised to minus beta into delta, isn't it? So this is the free energy. So we know the free energy dF is equal to, so the dF is equal to minus S dt minus P dV minus mu dH, where H is the magnetization, or what is H? H is the magnetic field, isn't it? So minus mu dH. So from this, what is mu? Mu is equal to dF by dH minus dF by minus or minus dou f by dou h, isn't it? Partial differential minus dou f by dou h at a constant t and v. Mu is equal to minus dou f by dou h at a constant t and v. So if you differentiate it, what it will be? Minus into minus plus, so kBT
kBt into kBt into log is there, so 1 by e raised to beta mu b h plus e raised to minus beta mu b h plus e raised to minus beta delta, e raised to beta delta in upon differential of this. So what is that? Beta mu b into e raised to beta mu b h minus beta mu b into e raised to minus beta mu b into h. Isn't it? So you got a value of a mu. So what is that? So here mu b is called beta mu b is there. So kBt into beta mu b, kBt into beta mu b into kBt into beta mu b into e raised to beta mu b h plus e raised to minus beta mu b h divided by e raised to beta mu b h plus e raised to minus beta mu b h plus e raised to minus beta delta. I just took beta mu b outside. So beta and kBt cancels. Beta is 1 by kBt. So this cancels, isn't it? So here, so when in the question it is given in the limit where h tends to 0. So h tends to 0. So as h tends to 0, what can you write? The magnetization M is equal to 1 plus beta mu b h plus 1 minus, isn't it? Plus this is minus, isn't it? This is minus. So here it is minus. This is a negative, isn't it? So this is negative. So this is negative. So what it comes here? Minus 1. 1 plus. So you know the expansion of e raised to x. 1 plus x square by 2 factorial plus. So here 1 plus x. X square means h square. H square itself is tending to 0. So h square is very small. So it can be neglected. So 1 plus beta mu bh minus 1. Minus into minus plus beta mu b h, isn't it? Divided by what will you get? Beta e raised to beta mu b h plus e raised to minus beta mu b h. So beta mu b h minus beta mu b h cancels. 1 plus 1 remains. So 2, isn't it? 2 plus e raised to minus beta delta. E raised to minus beta delta into what? Mu b. Into mu b. Correct. So you can simplify this again. So what is this? So plus 1 and minus 1 cancels. So 2 beta mu bh. So 2 beta mu bh divided by 2 plus e raised to minus beta delta. So h tends to 0. So m by h. So beta mu b square divided by 2 plus e raised to minus beta delta will be the value of will be the required magnetization. Clear? So h tends to 0. So beta mu b plus beta mu b into mu b square, isn't it? So beta mu b square divided by 2 plus e raised to minus beta delta. Is it clear? ഇത് മനസ്സിലായോ? സോ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. സോ ഏറ്റവും പ്രൈമറി ആയിട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലെ ഒരു പ്രോബ്ലം വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ആദ്യം ആ പ്രോബ്ലം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഏറ്റവും ആദ്യം യു ഹാവ് ടു കൺസ്ട്രക്ട് ദി പാർട്ടീഷൻ ഫംഗ്ഷൻ. സോ ഫ്രം ദ പാർട്ടീഷൻ ഫംഗ്ഷൻ റെസ്റ്റ് ഓൾ കാൽക്കുലേഷൻസ് വിൽ ഫോളോ. സോ യു ഹാവ് ടു കൺസ്ട്രക്ട് ദ പാർട്ടീഷൻ ഫംഗ്ഷൻ ഫസ്റ്റ്. സോ അത് മനസ്സിലായെന്ന് കരുതുന്നു. പാർട്ടീഷൻ ഫംഗ്ഷൻ എഴുതി, ഫ്രീ എനർജി എഴുതി. സോ this you might have studied from your thermodynamics classes. So df is equal minus sdt minus bdv minus mu dh. So you have to calculate the mu there. So mu calculate ചെയ്യുന്നു, differentiation proper ആയിട്ട് നടത്തുന്നു, then magnetization കണ്ടുപിടിക്കുന്നു. So you get beta mu b square divided by 2 plus e raised to minus beta delta. So is it clear? So let us move into the next one. So yes,
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ മാർച്ച് 2-ാം തീയതി എക്സാമാണ്. അപ്പോൾ എക്സാം കഴിഞ്ഞാൽ നമ്മൾ ഇനി റിസൾട്ട് വരുന്നത് വരെ റിസൾട്ട് കിട്ടില്ല എന്ന് ഉറപ്പുള്ളവർ റിസൾട്ട് അടുത്ത റിസൾട്ട് വരുന്നത് വരെ കാത്തിരിക്കുന്നത് ഒരു മണ്ടത്തരമാണ്. കാരണം ഈ റിസൾട്ട് മാർച്ചിൽ കഴിഞ്ഞാൽ ഏപ്രിൽ അവസാനത്തേനൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഏപ്രിൽ പകുതിക്ക് ശേഷമൊക്കെ ആയിരിക്കും റിസൾട്ട് വരിക. അപ്പോൾ അത്രയും സമയം 1.25 മാസത്തോളം നമ്മൾ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാതിരിക്കുന്നത് നമ്മളോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ്. സോ നമ്മൾ ഏകദേശം ആൻസർ കീ ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം, ഏകദേശം കട്ട് ഓഫൊക്കെ വെച്ച് നോക്കുമ്പോൾ, ഇതിന് മുമ്പ് വന്ന കട്ട് ഓഫൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുമോ കിട്ടില്ലയോ എന്ന് നമുക്ക് അന്നേരം തിരിച്ചറിയാനായിട്ട് പറ്റും. സോ അടുത്ത ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എപ്പോൾ പഠിച്ചു തുടങ്ങണം എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും കൺഫ്യൂഷനാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ചെയ്തത് അങ്ങനെയായിരുന്നു. അതായത് ആദ്യത്തെ തവണ ഞാൻ പരീക്ഷ എഴുതിയെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 2-3 ദിവസത്തിനകം ഞാൻ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ ആരംഭിച്ചു. കാരണം അല്ലെങ്കിൽ എനിക്കറിയാമായിരുന്നു, ആദ്യത്തെ തവണ ചെയ്തതുപോലെ രണ്ടാമത്തെ തവണ ഞാൻ പഠിക്കാൻ താമസിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് അടുത്ത തവണത്തെ പരീക്ഷയ്ക്ക് മുഴുവൻ പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം അറിയാമായിരുന്നു. ആദ്യത്തെ തവണ പഠിച്ചിട്ട് കൂടിയാണ് ഞാൻ രണ്ടാമത്തെ തവണ ആദ്യമേ തന്നെ പഠിക്കാൻ തുടങ്ങിയതെന്ന് ഓർക്കണം. അപ്പോൾ ആദ്യത്തെ തവണ നമ്മൾ പഠിക്കാതെ രണ്ടാമത്തെ തവണത്തെ പഠനവും താമസിച്ചാൽ നമ്മൾ വീണ്ടും ആ റേസിൽ പുറകോട്ട് ഓടുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആൻസർ കീ ഒക്കെ നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഞാൻ പഠിപ്പിക്കുന്ന കുറച്ച് കുട്ടികളൊക്കെ ലോങ് ടേം ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ളവരുണ്ട്. അവരും ഇത്തവണത്തെ പരീക്ഷ എഴുതുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും, കോച്ചിങ് പോകാതെ അങ്ങനെ പരീക്ഷ എഴുതുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ അടുത്ത തവണത്തെ പരീക്ഷയ്ക്ക് വേണ്ടി ഈ പരീക്ഷ കഴിഞ്ഞാൽ 2-3 ദിവസത്തിനകം തന്നെ പഠനം ആരംഭിക്കുന്നതാണ് നല്ലത്. അതും കോമ്പറ്റേറ്റീവ് ക്രാക്കിനോടൊപ്പം ആണെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ സെറ്റ്, നെറ്റ്, കേട്ടറ്റ് അങ്ങനെ എല്ലാ സ്ട്രീം ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ എക്സാംസും നമ്മൾ കോച്ചിങ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ എക്സാമുണ്ട്, CTET അങ്ങനത്തെ പല എക്സാമുകൾ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ എക്സാമുകളിലും കൂടെ നമുക്ക് ഏകദേശം 15,000-ഓളം അധ്യാപകരാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് നമുക്കുള്ളത്. അപ്പോൾ ഇത്രയും അധ്യാപകർ ശിഷ്യരായിട്ടുള്ള കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് വേണ്ടി നെറ്റിൻ്റെ CSIR നെറ്റിൻ്റെ കോച്ചിങ് ലോങ് ടൈം ബാച്ചിലേക്കുള്ളത് നമ്മൾ വിക്ടറി ബാച്ച്, അടുത്ത ജൂണിലെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള വിക്ടറി ബാച്ച് എന്ന പേരിൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. സോ 2025 ജൂണിലെ നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു ബാച്ചിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ നിങ്ങൾ ഈ വിവരം പറയുക. ഇഫ് ദേ വിഷ് ദേ ക്യാൻ ജോയിൻ കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ നോക്കിയേ. The ground state of 82 lead nucleus 82 lead 207 has a spin parity 1/2 minus, while the first excited state has J pi equal 5/2 minus. So for the transition from the first excited state to the ground state, possible multipolarities of the emitted electromagnetic radiation are possible multipolarities. So we have to find the possible multipolarities. So here ground state has a J pi, ground state has J pi as 1/2 minus, and the first excited state has the J pi 5/2 minus. So the transition from the first excited state to the ground state. So first excited state to the ground state. So here we know the delta pi is equal to here negative, so delta pi is equal to 0, isn't it? And what about the L runs from Ji minus Jf to Ji plus Jf, isn't it? ശരിയല്ലേ? Ji minus Jf to Ji plus Jf. What is Ji minus Jf? Ji minus Jf is 5/2 minus 1/2, so that is a 2, isn't it? 2 less than L less than, so 5/2 plus 1/2, 2.5 plus 0.5, that is obviously 3. So L value should be in between 2 and 3. So here we know L is equal to 2 and 3. 2 corresponds to E2 transitions, and 3 corresponds to M3 transition, electric or magnetic. അല്ലേ? നമ്മൾ ന്യൂക്ലിയർ ഫിസിക്സിൽ
നമ്മൾ ഓഫൺ കണ്ടുവരുന്നതാണ് ഇലക്ട്രിക് ഡൈപോൾ ഓർ മാഗ്നറ്റിക് ട്രാൻസിഷൻസ്. സോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. മോർ ഓവർ യു വിൽ ഹാവ് ടു എക്സ്പെക്റ്റ് സം റിയാക്ഷൻസ്. ഏതെങ്കിലും ഒരു റിയാക്ഷൻ തന്നിട്ട് പോസിബിൾ ആയിട്ടുള്ള വയലേഷൻസ് കണ്ടുപിടിക്കാനായിട്ടും, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് വയലേറ്റഡ്, അല്ലെങ്കിൽ വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് കൺസേർവ്ഡ്, ഓർ വിച്ച് അമംഗ് ദി ഫോളോയിങ് റിയാക്ഷൻസ് ആർ ഫീസിബിൾ, അങ്ങനത്തെ ചോദ്യങ്ങൾ യു വിൽ ഹാവ് ടു എക്സ്പെക്റ്റ്. സോ ന്യൂക്ലിയർ ഫിസിക്സ് ആണെങ്കിലും നിങ്ങൾ വിട്ടുകളയരുത്. അത് പാർട്ടിക്കിൾ ഫിസിക്സിൻ്റെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങളുണ്ടാവും. ആൻഡ് ന്യൂക്ലിയർ സ്ട്രക്ചർ, ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ, ന്യൂക്ലിയർ പ്രോപ്പർട്ടീസ്, അതിൽ നിന്നും ചോദ്യങ്ങളുണ്ടാവും. ഷെൽ മോഡലൊക്കെ ഒന്ന് വായിച്ചിട്ട് പൊക്കോ. ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കിക്കോ. ഈ സെമി എംപിരിക്കൽ മാസ് ഫോർമുല, അതിനകത്ത് സ്റ്റേബിൾ ഐസോട്ടോപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ, അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് പോകണം. പാർട്ടിക്കിൾ ഫിസിക്സ് ഒന്നുകൂടി നോക്കിയിട്ട് പോവുക, റിവൈസ് ചെയ്യുക. സോ you should be well thorough enough to know what are these particles, what are these subatomic particles, or what are these or how are these particles classified. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. സോ അതും ഓർത്ത് വെച്ചോളുക. ന്യൂക്ലിയർ ഫിസിക്സിനകത്ത് നിന്ന് പാർട്ട് സിയിൽ ഒരു 5 ചോദ്യങ്ങളെങ്കിലും മിനിമം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് വേണം പോകാൻ. ക്ലിയർ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് വെരി ക്ലിയർ ടു യു. So let us move into the next one. So what is the next one? See, a photon inside the sun, executes a random walk process. Given the radius of the sun is approximately 7 × 10⁸ meter, and mean free path of a photon is approximately 10⁻³ meter. The time taken by the photon to travel from the center to the surface of the sun is closest to. So, once more, a photon inside the sun executes a random walk process. It's a random walk process, we know, and the radius of the sun is given, and the mean free path of the photon is also given. Mean free path means the path, the distance travelled between two successive collisions is also given. So we have to calculate the time taken by the photon to travel from the center to the surface of the sun. So we have to calculate that. So hope you all have you might have studied random walk process, and you might have studied about the time taken. So here the total time the photon takes to travel to the surface is given by is equal to the time is taken as a tau is equal to r square divided by LC, where r is the radius of the sun. And L is the mean free path. Of the photon, and C is the velocity of light. Just if you know this formula, you can simply calculate the time taken by the photon to reach from the center to the surface of the sun. Clear? So what is that? So the time taken tau is equal to, what is the radius? Radius is 7 × 10⁻⁸ meter, isn't it? So 7 × 10⁸ meter. So 7 × 10⁸ meter means 7 × 10⁻10 centimeter square divided by length. L is equal to how much? L is 10⁻³ meter. So 10⁻³ meter means it is millimeter, isn't it? So it is a 10⁻⁻1 centimeter, 10⁻⁻1 centimeter into velocity of light is 3 × 10⁻10 centimeter per second. 3 × 10⁻10 centimeter per second. So what will you get? It is some 49/3.
49 by 3, this is 10 raised to 20, 10 raised to 10, 10 raised to 11. So 49 by 3 into 10 raised to 11 seconds, isn't it? 49 by 3 into 10 raised to 10 raised to 11 seconds. So 49 by 3, what is 49 by 3? 48 by 3 is 16. So a little bit more than 16. So 16, so 1 by 3 is 0.6. So it is 16.3 into 3, yes, 16.9999 it comes. So 16.3 into 10 raised to 11 seconds, 16.3 into 10 raised to, so what is this? 10 raised to 16.3 into 10 raised to 11 seconds, or you will get it as 1.6 into 10 raised to 12 seconds, 1.6 into 10 raised to 12 seconds. In these kinds of problems, you just have to look for the order, okay, whether it is a 10 raised to 12 or 10 raised to 11, 10 raised to 10, like that, okay. So you have to look like that. So here we got 1.6 into 10 raised to 12 seconds as the time taken by the photon to reach from the to travel to the surface from the center. Is it clear? Is it okay? So I hope it is very clear to you. So let us move into the next one. So what is the next one? See, the work done on a material to change its magnetization M in an external field H is dW is equal to H dm. So the free energy is given, G is equal to minus gamma T plus AH square by 2T, where gamma and A are greater than 0 are constants. The material is in equilibrium at a temperature T is equal to T naught, and in an external field H is equal to H naught. If the field is decreased to H naught by 2 adiabatically and reversibly, the temperature changes to. Okay, so we have to find out the final temperature, isn't it? So T is equal to T naught is given. This is the equilibrium temperature, and T is equal to T naught at H is equal to H naught. So then the field adiabatically and reversibly gets decreased to H naught by 2, and we have to calculate the final temperature. Clear? So the free energy is also given. So let us give a try to do this problem. So what is that? So you know the internal energy du is equal to some TDS plus HDM. TDS plus HDM we have studied, and Gibbs free energy G is equal to U plus PV minus TS minus MH. We have studied this, U plus PV minus TS minus MDH. Okay. So we know this. So what is DG? DG is equal to minus SDT minus SDT minus MDH minus MDH. Minus SDT minus MDH for constant U and constant V. Okay. So what is S? So S is equal to minus dou G by dou T minus dou G by dou T at a constant H, and M is equal to minus dou G by dou H at a constant T. So dou M by dou T, what is so dou G by minus dou G by dou H. So from this you can get dou M by dou T. Dou M by dou T equals dou M by dou T at a constant H. Dou M by dou T at a constant H is equal to dou M by dou T at a constant H. So dou M by dou T at a constant H is equal to what? Which is equal to dou S by dou H at a constant T, isn't it? Dou S by dou H at a constant T. Very simple. So dou M by dou T you have to calculate, dou M by dou T. So it is a dou S by dou H at a constant T. Clear? So dou M by dou T is equal to dou G by
dou s by dou h at a constant t. So therefore we know it is given g of t comma h is given g of t comma h. What is that? G of t comma h minus gamma into minus gamma t, isn't it? Minus gamma t plus a h square divided by 2t. A h square divided by 2t. G is given, isn't it? So G is given. So M is equal to minus dou G by dou H. M is equal to minus dou G by dou H at a constant T. M is equal to minus dou G by dou H at a constant T. So this is equal to dou G by dou H. Dou G by dou H. So what is that? Dou G by dou H at a constant T is 2AH divided by 2T, isn't it? 2AH divided by 2T. 2 and 2 cancels. So you will get AH by T. So M is equal to 2AH by T, isn't it? So 2AH by T. Why? Because there is a negative sign. Negative and negative cancels. So you will get AH by T, isn't it? So you got M is equal to AH by T. So dou M by dou T. What is that? Dou M by dou T equals. So dou M by dou T is equal to dou M by dou T is equal to dou M by dou T. So dou M by dou T differentiated. So minus AH by T square. Minus AH by T square. So dou M by dou T is dou S by dou H. So this is equal to what? Dou S by dou H. Clear? So dou S by dou H you got just minus AH by T square. So also S is equal to, what is S? S is equal to minus dou G by dou T. Minus dou G by dou T. So minus dou G by dou T, minus into minus plus. So it is gamma minus AH by T square. AH by T square, isn't it? Gamma minus AH square. AH square by T square, isn't it? AH square by so what is that? Gamma minus AH square by gamma minus AH square by 2T square, isn't it? 2 is also there. Gamma minus AH square by 2T square, just to differentiate it. Gamma is equal gamma minus AH square by 2T square. So dou S by dou T is equal to, so gamma minus yes. So so you got dou M by dou T from this, dou M by dou T. So what is dou S by dou T? Dou S by dou T equals, dou S by dou T equals, this is a 0. First term will become 0. So minus, so dou S by dou T. What is gamma? So dou S is equal to minus dou G by dou T. So what is minus dou G by dou T? Minus dou G by dou T is gamma T minus gamma minus AH square by 2T square. Minus into minus goes. So it is okay. So so you have to find a dou S by dou T. What is dou S by dou T? Dou S by dou T, this is T square is there. So minus into minus plus. So AH square by T cube, isn't it? AH square by T cube is clear. So dou S by dou T is AH square by T cube. So AH square by T cube. So what is dou T by dou H? Dou T by dou H, then what is dou T by dou H? Dou T by dou H at a constant S. Dou T by dou H at a constant S is it is dou T by dou S into dou S by dou H, isn't it? Dou S and dou S cancels. So you got dou T by dou S. What? So you got dou T by dou S. Dou S by dou T you got. So what is that? So it is 1 by AH square by T cube into dou S by dou H. What is dou S by dou H? Dou S by dou H is minus AH by T square. AH by T square. So A and A cancels. T square and T cube cancels. So what will you get? So it is this is AH square. T cube by AH square
minus AH by T square. So dou T by dou H is equal to, dou T by dou H is equal to, dou T by dou H is equal to T by H, isn't it? T by H. So minus T by H. So dou T by dou S. So it is minus AH by T square, minus AH by T square. So that is dou S by dou T, and dou T by dou H is AH square by T cube. So AH square by T cube into minus yes. So that is equal to minus AH square by T cube. So it is minus dou T by dou S. What is dou T by dou S? Dou T by dou S is AH square by T cube. So there are many differentiations. That is why it is a bit longer. There is one easy method that also I will show you after this. So AH square by T cube into minus AH by T square. So dou T by dou H. So dou T by dou H. What is dou T by dou H? Dou T by dou H. So there is a negative sign coming here. So I will have to put a negative here also. Then only it is correct. Minus dou T by dou S into dou S by dou H. So there is a negative. So minus into minus plus. So it is a plus T by H. Now it is correct. So plus T by H. Dou T by dou H is T by H. So then if you integrate it, so integral, what is the integral? It is from T naught to the final temperature Tf. We have to find the final temperature. So T naught to Tf. So 1 by T dt is equal to, so 1 by T dt is equal to what? Integral H naught to H naught by 2, H naught by 2 into 1 by H dH, isn't it? 1 by H dH. So this is equal to here 1 by T, it is a log T. So log final minus initial. So log Tf minus T naught, isn't it? Log Tf minus log T naught. So it is log Tf by T naught. So log Tf by T naught equals, log Tf by T naught equals, what is that? Log Tf by T naught equals log final H naught by 2 by H naught. So log 1 by 2. So log Tf by T naught equals log 1 by 2. So if you raise both sides with respect to E, what will you get? So Tf by T naught equals 1 by 2, and Tf is equal to T naught by 2. Tf is equal to T naught by 2. So this is a long process. So we have to construct, we have to find du, then you find dg minus s dt minus mdh. From that you have to find s and m. So from this, find the relation between dou m by dou t and dou s by dou h, both are equal, and then take the given form of G, and from that to find the magnetization, and from this dou m by dou t you have to find dou m by dou t minus AH by T square, and from that you have to find the S is minus dou G by dou T. From that you have to find dou S by dou T. So it is AH square by T cube. So AH square by T cube you will get, and then you have to find dou T by dou H. Dou T by dou H is dou T by dou S into dou S by dou T, dou S by dou H. So dou S by dou H, you know, you will get, you have got dou S by dou H, yes, then dou T by dou S is also there. So minus AH by T square into T cube by AH square, you will get a T by H. Then just integrate it, 1 by T into dt is equal to, this is a variable separable form, isn't it? Dou T by dou H is equal to T by H. So so just variable separable form. So what is that? Dou T by dou H is equal to T by H. So dou T by T is equal to dou H by H. So just integrate it. So variable separable form is solved by integration. You know the differential equation. So dou T by T is equal to dou H by H. Just integrate it, and then you will get a log Tf by T naught equal to log 1 by 2, and Tf by T naught equal to half, and Tf is equal to T naught by 2. Okay, so this is a bit long process. So so there is somewhat an easy step. So that also I will show.
So we know dg is equal to minus s dt minus mdh minus s dt minus mdh, or we have studied s dt minus vdp. This is more popular, isn't it? Dg is equal to minus s dt minus vdp. So from this s is equal to what is s? S is equal to minus dou g by dou t at a constant pressure P, isn't it? And thus we know s is equal to minus dou g by dou t. So g is given minus of gamma t plus something. It is given in the question. So s is equal to, from this you can substitute minus dou by dou t of minus what, gamma t plus h square by 2t, isn't it? Minus h square by 2t, isn't it? Minus dou by dou t of minus, isn't it? So you got a yes. So what is yes here? Yes is equal to minus into minus a plus. So gamma minus h square by 2t square. Gamma minus h square by 2t square. So adiabatically the magnetic field is reduced, isn't it? The field gets half adiabatically and reversibly. It is said in the question. So adiabatically the magnetic field is reduced. That means adiabatic reduction means what? Delta S is equal to 0, isn't it? Delta S is equal to 0. So that means the delta S is 0 means the final entropy is equal to initial entropy. Entropy has no change, isn't it? So since entropy has no change, we can write gamma minus a by 2, into gamma minus a by 2. This is a S initial. So I am writing S initial and S final. So gamma minus a by 2 into initially it was a h naught by t initial, isn't it? H naught t initial square, which is equal to gamma minus a by 2 into what is the final one? H naught by 2, isn't it? H naught by 2 into t final square. Correct. So gamma and gamma cancels, a by 2 and a by 2 cancels, negative and negative cancels. So what will you get? H naught by ti is equal to h naught by 2 tf. So h naught and h naught cancels. So you have to find tf. So tf is equal to ti by 2. Tf is equal to ti by 2. Ti is given as t naught. So it is tf is equal to t naught by 2. Clear? Understood? Somewhat easy, right? So the only thing you should know is S is equal to minus dou g by dou t under constant pressure. So you should know all these thermodynamic potentials in order to have a better understanding of statistical physics combined with the thermodynamical questions. Clear? So I hope this is also very clear to you. Okay? So let us move into our next problem. So what is the next one? So yes. So before moving into the next one, here actually we are trying to make it easy, the things. So എനിക്ക് തന്നെ അറിയാം നമ്മൾ ആരുടെ ഒപ്പം പരിശീലിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മൾക്ക് ഓരോന്നിനോടുള്ള അപ്രോച്ച്. അപ്പോൾ എനിക്കങ്ങനെ എന്താണ്, ഞാൻ കുട്ടികളോടൊക്കെ പറയുന്നത്, ഞാനങ്ങനെ അനിതര സാധാരണമായിട്ടുള്ള ബുദ്ധിയുള്ളവനോ എന്താണ് അസാധാരണമായ കഴിവുകളുള്ളവനോ അസാധാരണമായ ഓർമ്മശക്തിയുള്ളവനോ ഒന്നുമല്ല. ഞാൻ എങ്ങനെ പഠിച്ചോ ആ രീതിയിലാണ് ഞാൻ പഠിപ്പിക്കാറ്. ഐ ആം എ സ്ലോ ലേണർ, ഐ വാസ് എ സ്ലോ ലേണർ ആൻഡ് ഐ ആം എ സ്ലോ ലേണർ. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും പതുക്കെ പഠിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് പോലും ഞങ്ങളോടൊപ്പം പോന്നാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാവും.
ഞാനങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന ആളൊന്നുമല്ല. എല്ലാം പറഞ്ഞ് എല്ലാം തീർത്ത് എന്താണ് 50% പേർക്ക് മനസ്സിലാകുകയും 50% പേർക്ക് മനസ്സിലാകാതിരിക്കുകയും ചെയ്യുന്ന രീതിയിൽ ക്ലാസ് എടുക്കാൻ താല്പര്യപ്പെടുന്ന ആളുമല്ല. എൻ്റെ ക്ലാസ്സിലുള്ളതിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിരിക്കും എൻ്റെ അട്രാക്ഷൻ പോയിൻറ്റ്. സോ അയാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഏറ്റവും സ്ലോ ആയിട്ട് മനസ്സിലാകുന്ന ആൾക്ക് മനസ്സിലാകുന്ന പേസിലായിരിക്കും ഞാൻ ക്ലാസ് എടുക്കുക. അപ്പോൾ അയാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, ഇപ്പം ഞാൻ മാത്രമല്ല, ഇപ്പം നമ്മുടെ കൂടെയുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ്. സോ വി ആർ ഗെറ്റിംഗ് ട്രെയിൻഡ് ഫോർ ദാറ്റ്. സോ ആ രീതിയിൽ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ആകെ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങളോട് സംശയം ചോദിക്കാനുള്ളൊരു മടി മാത്രമായിരിക്കും. അത് മടി എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇന്ന് വരെ തെളിയിക്കാനും പറ്റിയിട്ടില്ല. കാരണം ഞങ്ങളുടെ എല്ലാവിധത്തിലുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങളുടെ അടുത്തുണ്ട്. ഞങ്ങൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും. സോ പക്ഷേ നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുന്നത് കുറവാണെന്നാണ് ഞാൻ പറയുന്നത്. ചോദിക്കുന്നവരില്ല എന്നല്ല, ചോദിക്കുന്നത് കുറവാണ്. ഇനിയും സംശയങ്ങളുണ്ടാവണം, എങ്കിലേ നമുക്ക് ഒരുമിച്ച് വളരാൻ പറ്റുള്ളൂ. സംശയങ്ങൾ ചോദിക്കുന്ന സ്റ്റുഡൻറ്റും ചോദിക്കുന്ന സംശയങ്ങൾ ആൻസർ ചെയ്യുന്ന അധ്യാപകരെ വളരൂ. അല്ലാതെ വരുമ്പോഴും ആ സ്റ്റാഗ്നൻ്റ് ഫേസ് തന്നെ നിലനിൽക്കും. സോ അതുകൊണ്ട് ആ ഒരു കാര്യം ഒഴിവാക്കാനായിട്ട് നിങ്ങൾ പരമാവധി പരിശ്രമിക്കുക. നിങ്ങൾ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. നമുക്ക് ഇപ്പോൾ അടുത്ത ബാച്ചിലേക്കുള്ള അഡ്മിഷൻസിൻ്റെ സമയമാണ്. അഡ്മിഷൻ മാത്രമല്ല, നമ്മൾ ക്ലാസ്സുകളും ഇപ്പോൾ മാർച്ച് 2-ാം തീയതി കഴിഞ്ഞാൽ 3-ാം തീയതി തന്നെ നമ്മൾ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ലൈവ് ക്ലാസ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും 2 മണിക്കൂർ വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ 2 മണിക്കൂർ സമയം നിങ്ങൾക്ക് പ്രോബ്ലംസ് മാത്രമാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. കാരണം പ്രോബ്ലം ചെയ്യാനാണ് നമ്മൾ ഏറ്റവും പിന്നിലായിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് പ്രോബ്ലത്തോടുള്ള ആ ഒരു അവേർഷൻ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. സോ ഐ വെൽക്കം യു ടു അവർ ലോങ് ടൈം ബാച്ച്. ഓക്കെ, സോ അടുത്ത ചോദ്യം നോക്കുക. ക്വാണ്ടം സിസ്റ്റം ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഹാമിൽട്ടോണിയൻ H is equal to minus j sigma z plus lambda of t into sigma x, where sigma I is sigmas are the Polish spin matrices, you know, and j and lambda are positive constants. J is very much greater than lambda, and lambda is also given, is 0 for t less than 0, lambda for the given time interval 0 to t, and is 0 for the time interval greater than t. So at t less than 0, the system is in the ground state. The probability of finding the system in the excited state at t greater than t in the leading order in lambda is. So ഇതാണ് ചോദ്യം. സോ ഇതാദ്യം ഒരു തവണ നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവില്ല, അല്ലേ? നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. ഇതെന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? സോ നോക്കിയേ, ക്വാണ്ടം സിസ്റ്റം ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ഹാമിൽട്ടോണിയൻ തന്നിട്ടുണ്ട്. അത് പോളി സ്പിൻ മെട്രിസസ് ഒക്കെ ഉള്ളൊരു ഹാമിൽട്ടോണിയനാണ് താനും. പിന്നെ ലാംഡയുടെ 3 പോസിബിലിറ്റിയും പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനാണ്. പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ സിസ്റ്റം ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇൻ ദ ലീഡിങ് ഓർഡർ ഇൻ ലാംഡ. സോ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അപ്പോൾ നമുക്ക് ഒന്ന് പരിശ്രമിച്ച് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഹാമിൽട്ടോണിയൻ തന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്, ശരിയല്ലേ? സോ ഹാമിൽട്ടോണിയൻ ഈസ് ഗിവൺ. സോ വാട്ട് ഈസ് ഹാമിൽട്ടോണിയൻ? H is equal to എന്താണ് തന്നേക്കുന്നത്? മൈനസ് ജെ സിഗ്മ ഇസഡ് പ്ലസ് ലാംഡ ഓഫ് ടി ഇൻറ്റു സിഗ്മ എക്സ്. ഇതാണ് നമുക്ക് തന്നേക്കുന്ന ഹാമിൽട്ടോണിയൻ. സോ നമുക്കറിയാം വാട്ട് ഈസ് സിഗ്മ ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? 1 0 0 minus 1. And what is sigma x? Sigma x is 0 1 1 0. അപ്പോൾ അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് H is equal to മൈനസ് ജെ ഇൻറ്റു 1 0 0 മൈനസ് 1 പ്ലസ് ലാംഡ ഇൻറ്റു 0 1 1 0. സോ ഒന്ന് ആഡ് ചെയ്തേ. The minus j 0 0 j plus 0 lambda 0. So what will be our matrix? So so 0 lambda 0 ഇത്രയായി, ശരിയല്ലേ? സോ നോക്കിയേ, so we got H is equal to something. So we know H is equal to H naught
H is equal to H naught plus some time dependent perturbation. So time dependent perturbation theory. Chodhi undo. Okay. So this is a time dependent because lambda depends on time. So time dependent perturbation theory and time independent alla. Okay. So it is V of t. So 0 lambda 0 acts as the perturbing potential. Okay. So 0 lambda 0. So here the unperturbed Hamiltonian is given. So unperturbed Hamiltonian is a minus j 0 0 j. So if it is minus j 0 0 j, what are the eigenvalues? So the eigenvalues of the energy. So the eigenvalues of H naught. Eigenvalues of H naught എന്ന് പറയുന്നത് ഏതാണ്? So it is minus j and plus j. Minus j and plus j. So the eigenvalues are given. So what is the ground state? Out of this, minus j is the ground state. So minus j corresponds to ground state and plus j corresponds to the first excited state. Okay. So simply നോക്കിയാൽ തന്നെ നമുക്ക് ground state first excited state വേർതിരിച്ചറിയാം. So you got it. So ground state is minus j and first excited state is plus j and so ground state minus j ആണെങ്കിൽ what is its eigenvector? So sigma z ആണ്. sigma z ന്റെ വരുന്നത് നമുക്കറിയാം plus or minus 1 1 0 0 1 ആണ് അല്ലേ? So here it is 1 0 and for the first excited state it is 0 1. Clear? So these are the eigenvectors also. So we got psi initial is equal to 1 0 and psi f is equal to 0 1. Psi f is equal to 0 1. Clear? നമുക്ക് ആവശ്യമുണ്ട്. So psi f is equal to 0 1. So we have to find the probability, transition probability. So the transition probability from an initial state to final state, PIF of t is equal to 1 by h cross square. 1 by h cross square into modulus integral 0 to t e raised to I omega fi into t. Time dependent perturbation theory il ningal പഠിക്കുന്നതാണ് under constant perturbation. So 1 by h cross square into integral 0 to t e raised to I omega fi t into psi f v of t prime into psi I mod square into modulus square. Okay. So ആദ്യം probability amplitude കണ്ടുപിടിക്കാനാണെങ്കിൽ you should not square this. Okay. So better to find the probability itself. So 1 by h cross square into something. So where this omega fi t, omega fi is equal to, what is omega fi? Ef minus ei by h cross. Ef minus ei by h cross. So what is Ef? Ef is j, ei is minus j minus j by h cross. So what is that? It is 2j by h cross. So omega fi is 2j by h cross. Clear? So omega fi is 2j by h cross. And what you have to find the matrix element psi f v of t prime psi I. Psi f v of t prime psi I. So what is psi f? It is in bra side. So the ket is given 0 1. So 0 1. It becomes a rho. So isn't it? So what is v of t prime? V of t is 0 lambda 0 into what? Into psi I. Psi I is 1 0, isn't it? Psi I is 1 0. Clear? So what is this? 0 1 0 1. So here 0 1 here. So 0 into 1 lambda into 0. So it is 0 lambda into 1 plus 0 into 0 lambda. So 0 into 0 plus lambda into 1. So you will get a lambda. So this is the matrix element lambda. Okay, so we calculated the matrix element as lambda. So thus PIF of t is equal to
PF of t is equal to 1 by h cross square into 1 by h cross square into what is that? 1 by h cross square into integral mod 1 by h cross square into mod 1 by h cross square into integral 0 to t integral 0 to t e raised to I into e raised to I into omega fi. What is that? It is 2j by h cross, isn't it? 2j by h cross into t. 2j by h cross into t. 2j by h cross 2j by h cross into t. So have we missed something? So 2j by h cross into t into lambda mod square, isn't it? 2j by h cross into t into lambda d lambda into lambda into dt, isn't it? Lambda dt is there. So lambda into dt, isn't it? Lambda into dt. Just we have to integrate it and find the square. Then everything is fine. So what is this? So lambda square is there. It is a constant. You can take it outside. So it is a lambda square by h cross square. So lambda square by h cross square into, when you integrate it with respect to t, what will you get? E raised to I into 2j by h cross into t divided by 2ij by h cross. 2ij by h cross from 0 to t, isn't it? 2ij by h cross from 0 to t. So here it is modulus square, isn't it? Modulus square is there. Modulus square. So modulus square means I will vanish. So what will you get? So this is lambda square by h cross square into lambda square by h cross square into when it comes outside, when the denominator comes outside, h cross square by 4j square, isn't it? H cross square by 4j square into put the limits. What is that? Put the limits. If you put the upper limit, it is e raised to I into 2jt by h cross minus lower limit to 0. It is a minus 1 mod square. Minus 1 mod square. So h cross square and h cross square cancels. So what will you get? So what will you be getting? So just calculate it with me. So you will get h cross square by 4j square. H cross square by 4j square into h cross square by 4j square into e raised to 2ijt by h cross minus 1. So how can you split that? So how can lambda square by 4j square into, see, I can write it as e raised to 2ijt by h cross minus 1 into e raised to minus 2ijt by h cross minus 1. This is modulus square. Modulus square. So plus I and minus I will come. So that is what I have written here. Correct? So what is that? So lambda square, isn't it? Lambda square by 4j square. So lambda square by 4j square. So lambda square by 4j square into lambda square by 4j square into, see, this into this, what will you get? First into second, so this will be 1. Then minus 1 into minus 1 plus 1, isn't it? Plus again 1. Then this one into minus 1, so minus e raised to 2ijt by h cross, and this into this minus e raised to minus 2ijt by h cross. Okay, so 2ijt by h cross. So what will be that? So it is lambda square by 4j square into 2 plus, this is 2 plus, what is this? E raised to x minus e raised to minus e raised to ix plus e raised to minus ix. E raised to x, e raised to ix minus e raised to minus ix by 2 is cos x. So this will be 2 minus, isn't it? 2 minus 2 cos 2jt by
h cross, 2jt by h cross, isn't it? 2 minus 2 cos 2jt by h cross, isn't it? If you take this negative from this from the last two terms, negative side, so e raised to ix plus e raised to minus ix by 2. So there is no 2, so I have to multiply to the 2. So this is 2 cos 2jt by h cross. So 2 can be taken outside. So what will be that? So it will be lambda square by 2j square into 1 minus cos 2jt by h cross. 1 minus cos 2jt by h cross. So 1 minus cos theta. So what is 1 minus cos theta? So lambda square by 2j square. Lambda square by 2j square into 1 minus cos theta is 2 sin square theta, isn't it? 1 minus cos 2 theta, isn't it? Which is 1 minus cos 2 theta. 1 minus cos 2 theta. So it is 2 sin square theta. 2 sin square theta. So again 2 and 2 cancels. So what is PIF of t? PIF of t is equal to lambda square by j square. Lambda square by j square into sin square jt by h cross. Sin square jt by h cross. Clear? So this is how you have to calculate the probability amplitude. Sorry, the transition probability. Clear? So in order to find the transition probability, you have to use this formula. Okay. So for that you have to find the initial state and the final state, and just calculate the matrix element, then substitute that matrix element, just to do the integration. Rest is all mathematics. Clear? So I wish you all the best. So some more questions are there, but due to the lack of time we are not discussing that right now. So I wish you all the best. So എല്ലാവരും നന്നായിട്ട് പോയി പരീക്ഷ എഴുതുക. പരീക്ഷയ്ക്ക് ടെൻഷനൊന്നും കൂടാതെ വളരെ കൂളായിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ വിശ്വസിച്ച്, നിങ്ങളുടെ ശക്തിയിൽ, നിങ്ങളുടെ ബുദ്ധിയിൽ വിശ്വസിച്ച് പോയി പരീക്ഷ എഴുതുക. സോ എല്ലാവർക്കും JRFോട് കൂടിയ നല്ലൊരു വിജയം കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഭാഗത്ത് നിന്ന് ആശംസിക്കുന്നു. സോ എല്ലാവരെയും ഭാഗ്യം തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ഈശ്വരാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു. സോ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ എല്ലാവരെയും വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഉണ്ട്. സോ പ്രാർത്ഥിച്ചൊരുങ്ങി നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് മറ്റുള്ള നിങ്ങളുടെ ഗുരുക്കന്മാരും മാതാപിതാക്കന്മാരും എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. സോ എല്ലാവരെയും മനസ്സിൽ ധ്യാനിച്ച് നിങ്ങൾ നന്നായിട്ട് പോയി പരീക്ഷ എഴുതുക. നല്ലൊരു വിജയം ഉണ്ടാവട്ടെ. എല്ലാവരും നല്ല അധ്യാപകരായി തീരട്ടെ, നല്ല ഗവേഷകരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹോപ്പ് വി ക്യാൻ സീ അഗെയിൻ, വി വിൽ മീറ്റ് അഗെയിൻ. ആൻഡ് എല്ലാവരെയും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.